നമസ്കാരം. ഭീഷണിയുമായി താലിബാന്റെ അടുത്തെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് താലിബാൻ. ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഭീഷണിയുമായി ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമതാവളം തിരികെ നൽകണമെന്നതാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഈ ഭീഷണി തികച്ചും ഒരു കരാർ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് 2020 താലിബാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള കരാറിന്റെ ലംഘനമാണെന്നാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്നും താലിബാൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ബാഗ്രോം വ്യോമതാവളം തിരികെ നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ചൈനയുമായുള്ള തന്ത്രപരമായ സാമീപ്യം ചൂണ്ടിക്കാട്ടി ഈ താവളം നഷ്ടപ്പെട്ടതിൽ ട്രംപ് നേരത്തെയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ താലിബാൻ ഭരണകൂടം ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ല. താലിബാൻ സർക്കാരിന്റെ ഡെപ്യൂട്ടി വക്താവ് ഹംദുള്ള ഫിത്താത്ത് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സമഗ്രതയും പരമ പ്രാധാന്യമാണ്. എല്ലാ ചർച്ചകളിലും അഫ്ഗാനിസ്ഥാൻ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. 2020 ദോഹ ഉടമ്പടിയിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ ബലപ്രയോഗം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ലെന്നും അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും അമേരിക്ക പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഈ പ്രതിജ്ഞ പാലിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും പരാജയപ്പെട്ട പഴയ നയങ്ങൾ ആവർത്തിക്കുന്നതിന് പകരം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സമീപനം സ്വീകരിക്കണം. കാബൂളിൽ നിന്നും 60 കിലോമീറ്റർ വടക്ക് പർവാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ്രോം വ്യോമത്താവളം 2 പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു വിക്ഷേപണ കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ പീഡന കേന്ദ്രങ്ങളും തടങ്കൽ പാളയങ്ങളും ഉണ്ടായിരുന്നതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2020 ദോഹ ഉടമ്പടി പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കാമെന്നും അമേരിക്ക താലിബാന് ഉറപ്പു നൽകി. ഇതിനു പകരമായി അഫ്ഗാൻ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും താലിബാൻ പ്രതിജ്ഞയെടുത്തു. എന്നാൽ അമേരിക്ക സൈനിക പിന്മാറ്റം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അഫ്ഗാൻ സർക്കാരും സുരക്ഷാ സേനയും താലിബാന്റെ മുന്നിൽ പതറി. ഇത് അമേരിക്കൻ സൈനികർക്ക് തിടുക്കത്തിൽ പലായനം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. അഫ്ഗാനിസ്ഥാന്റെ ഒരു ഭാഗത്തും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം നിലനിർത്താതെ അമേരിക്കയുമായി സഹകരിക്കാൻ താലിബാൻ തയ്യാറാണെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ ആവശ്യം ഈ ധാരണകൾക്ക് വിരുദ്ധമാണ്. ഇത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതിനുള്ള അമേരിക്കയുടെ വിമുഖതയായിട്ടാണ് താലിബാൻ കാണുന്നത്.